ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞങ്ങളിവിടെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു അതിനു മുമ്പ് 2 വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന്. നമ്മുടെ ഇവിടെ അടുത്ത് സൗഗന്ധിക എന്ന് പറയുന്നുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ബൊഫേ രീതിയിലാണ് ഡിന്നർ, അടിപൊളിയാണ്. ഇപ്പോൾ നല്ല തണുപ്പ് കാലാവസ്ഥയാണ് വയനാട്ടിൽ. സന്ധ്യയൊക്കെ ആകുമ്പോൾ പറയുകയും വേണ്ട, നല്ല തണുപ്പാണ്. അപ്പോൾ ഡിന്നറൊക്കെ കഴിക്കാൻ പോകുന്ന രസമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ ബോഡി മോയ്സ്ചറിനെ കുറിച്ചാണ്. ബോഡി മോയ്സ്ചർ എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള വി വാക്സ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ബോഡി മോയ്സ്ചറാണ്. അടിപൊളിയാണ്. വെജിറ്റബിൾ ഗ്ലിസറിനും എസെൻഷ്യൽ ഓയിലും അതുപോലെ തന്നെ നമ്മുടെ വി വാക്സ്, നാച്ചുറൽ ആയിട്ടുള്ള വി വാക്സും അങ്ങനെയുള്ള കോക്കനട്ട് ഓയിലും യൂസ് ചെയ്തിട്ട് വേറെ ഒരു കെമിക്കലും ചേർക്കാതെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ റെഡിയാക്കിയേക്കുന്ന വി മാക്സിന്റെ ബോഡി മോയ്സ്ചറാണ് ഇത്. അടിപൊളിയാണ്, നാച്ചുറലാണ്. നിങ്ങൾ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ബോഡി മോയ്സ്ചർ തപ്പി നടക്കുവാണെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് വിട്ടോളൂ കേട്ടോ. അപ്പൊ നമുക്ക് ബൾക്കായിട്ട് കുറെ ഓർഡർ വന്നിട്ടുണ്ട്. ശനിയാഴ്ചത്തേന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 100 റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ അടുത്ത ബാച്ചിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ. ഒന്നിച്ച് ബൾക്കായിട്ട് ഒരു ഇതാകുമ്പോഴത്തേക്ക് ഞാൻ റെഡിയാക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ബാച്ച് അങ്ങനെയാണ്. ഇത് കൂടാതെ വി വാക്സിന്റെ ലിപ്സ്റ്റിക് ഉണ്ട്, ലിപ് ബാം ഉണ്ട്, പ്ലെയിൻ ആയിട്ടുള്ളത് കൊണ്ട്, അതുപോലെ ലിപ്സ്റ്റിക്കും ഉണ്ട്, പിന്നെ ഒരു ന്യൂഡ് ഷെയ്ഡ് ലിപ് ബാമും ഉണ്ട്. അങ്ങനെ 3 ടൈപ്പ് നമുക്ക് അതുകൊണ്ട്. ആ കൂടെ നമ്മുടെ നാച്ചുറൽ വി വാക്സിന്റെ മോയ്സ്ചറാണ്. അടിപൊളിയാണ്. സ്കിന്നിന്റെ ചുളികൾ മാറാനും ഗ്ലോ ഒക്കെ ഒന്ന് കൂടാനും പിന്നെ നാച്ചുറൽ ആയിട്ട് കെമിക്കൽ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സേഫ്റ്റി പ്രധാനമാണല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് ലിപ്പാമിനെ കുറിച്ചും പറയുവാണെങ്കിൽ അത് വളരെ നാച്ചുറൽ ആയിട്ട് ഇതുപോലെ വി വാക്സ് ആണ്. നാച്ചുറൽ ആണ്. തേനീച്ചാറ എന്ന് പറയുന്നത് അതാണ് വി വാക്സ്. അത് ശുദ്ധീകരിച്ചെടുക്കുന്നതാണ് വി വാക്സ്. അപ്പം അതിപ്പോ നമ്മുടെ ഉള്ളിൽ പോയാലും വലിയ കുഴപ്പമുള്ള സംഭവമല്ല. അതിന്റെ കൂടെ നമ്മുടെ ഫുഡ് കളറും ചേർത്തിട്ടാണ് ലിപ്സ്റ്റിക് ഒക്കെ റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് സേഫ് ആണ്. ഉള്ളിൽ പോയാൽ പോലും കുഴപ്പമില്ല. അങ്ങനെയാണ് ചുണ്ടിന്. അപ്പോൾ ഒത്തിരി പേര് മേടിച്ചവരെല്ലാം പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ആണ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ തന്നെ മറ്റുള്ളവരോട് പറയും, അവരുടെ ബന്ധുക്കളോടും ഫ്രണ്ട്സിനോടും ഒക്കെ. അപ്പൊ നമുക്ക് ഒത്തിരി ഓർഡർ അങ്ങനെയാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് മില്ലറ്റ്സ് ഉണ്ട്, ഗീ ഉണ്ട്, ഹണി ഉണ്ട്, എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി ഹെൽത്ത്, ഈ 2 പിന്നെ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും. അതിന് ഉതകുന്ന വിധത്തിലുള്ള ഒത്തിരി പ്രോഡക്റ്റുകൾ നമുക്കുണ്ട്. അപ്പോൾ മില്ലറ്റ്സ് വേണ്ടവരും, ഗീ വേണ്ടവരും, ഹണി വേണ്ടവരും, അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള അതുപോലെ ചിയാ സീഡ് ഉണ്ട്, കരിഞ്ചീരകമുണ്ട്, ആശാളി അരി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ കൂടാൻ, അതുപോലെ ഈ ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറാൻ ലേഡീസ് ഉറപ്പായിട്ട് കഴിക്കേണ്ട 2 പ്രോഡക്റ്റാണ് കരിഞ്ചീരകവും ചിയാ സീഡും ആശാളി അരിയും. അതെല്ലാം നമ്മൾ സെയിലുണ്ട് കേട്ടോ. അപ്പൊ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഒരു വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് വിട്ടാൽ മതി. ഞാൻ എല്ലാ ഡീറ്റെയിലും പറഞ്ഞുതരാം. അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടി കഴിക്കുമ്പോൾ നമ്മൾ ആ കൂടെ കുറച്ച് വെജിറ്റബിളും ഫ്രൂട്ട്സും, നമ്മുടെ പറമ്പിൽ തന്നെ കുറച്ച് വെജിറ്റബിളൊക്കെ നട്ടു വളർത്തിയാൽ മതി. നമ്മൾ ഈ ചായ മനസ്സിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് അടിപൊളിയാണ്. ഒരു തണ്ട് മേടിച്ച് നട്ടാൽ തന്നെ ഇഷ്ടം പോലെ അതിൽ നമുക്ക് പിരിച്ച് നട്ട് നിറച്ചാക്കാൻ പറ്റും. തുറന്നു വെച്ച് വേവിക്കണമെന്നേ ഉള്ളൂ, നിറച്ചുണ്ടായി നിന്നോളൂ. അതുപോലെ പൊന്നാങ്കണ്ണി ചീര, അങ്ങനെയൊക്കെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ചീരവർഗ്ഗങ്ങൾ, പിന്നെ പപ്പായൊക്കെ, നിങ്ങൾ കപ്പളങ്ങ എന്ന് പറയുന്ന പപ്പായൊക്കെ എവിടെ നഴ്സറി കണ്ടാലും നിങ്ങൾ മേടിച്ച് നടുക. മുരിങ്ങ അതുപോലെ നഴ്സറികളിലുണ്ട്, അതും മേടിച്ച് നടുക. ഇങ്ങനെ 3-4 സംഗതി നമ്മൾ പറമ്പിൽ ഇട്ടാവട്ടം സ്ഥലം ഉള്ളവർക്ക് വേണമെങ്കിൽ നടാം. ആ രീതിയിൽ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ വെജിറ്റബിൾ ആയി. അല്ലാതെ എല്ലാ പൈസ കൊടുത്ത് നമുക്ക് പുറമേ നിന്ന് മേടിക്കലും ഭയങ്കര ദുരിതമാണ്. പിന്നെ നമ്മൾ കുറച്ച് വില കുറഞ്ഞ പച്ചക്കറികളൊക്കെ പുറമേ നിന്ന് മേടിക്കുക. അതായത് കുമ്പളങ്ങയൊക്കെ ഒത്തിരി നല്ലതാണ് ഹെൽത്തിന്. അങ്ങനെയൊക്കെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള, പിന്നെ ചേന, ചേമ്പ്, കാച്ചിൽ അങ്ങനെയൊക്കെ കിട്ടിയാൽ അങ്ങനത്തെ സംഗതികളും കൂടി നമ്മൾ മേടിക്കുവാണെങ്കിൽ, സാമ്പാർ കിറ്റൊക്കെ മേടിച്ചാൽ നമുക്ക് ആവശ്യത്തിന് വെജിറ്റബിൾ ആയി. ഒത്തിരി കാശ് കൊടുക്കാതെ തന്നെ നമുക്ക് വെജിറ്റബിൾ നമുക്ക് കഴിക്കാൻ പറ്റും. ആ രീതിയിൽ കുറച്ച് നമ്മൾ പറമ്പിൽ കൃഷി ചെയ്യുക, അങ്ങനെയൊക്കെ. അപ്പൊ പൊന്നാങ്കണ്ണി ചീരയൊക്കെ നമുക്ക് പൂച്ചട്ടികളിൽ വരെ നട്ടു വളർത്താവുന്നതാണ്. അതിന്റെ സെയിലും നമുക്കുണ്ട് കേട്ടോ. അങ്ങനെ അതുപോലെ ചായ മത്സ്യം ഒക്കെ ആണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ രീതിക്കൊക്കെ നോക്കുക. ആ കൂടെ കുറച്ച് നന്നായിട്ട് വെള്ളം കുടിക്കുക. ഒരു 6-7 ഗ്ലാസ് വെള്ളം എങ്കിലും പലപ്പോഴായിട്ട് കേട്ടോ, ഒന്നിച്ചു കുടിക്കരുത്. അങ്ങനെ അല്ലാതെ 2 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് വെള്ളമൊക്കെ നമ്മൾ ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ കൂടുമ്പോൾ അങ്ങനെ കുടിക്കുക. എല്ലാ ദിവസവും അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങുക, പാട്ടൊക്കെ കേൾക്കുക. അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ കൂടെ ഈ പറഞ്ഞ പോലെ മില്ലറ്റ്സ്, ഗീ ഒക്കെ ദിവസം ഒരു 1/4 ടീസ്പൂൺ അല്ലെ 1/2 ടീസ്പൂൺ ഉറപ്പായിട്ട് നമ്മൾ കഴിച്ചിരിക്കേണ്ടതാണ്. ഗീനെ കുറിച്ച് ഞാൻ 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഗുണഗണങ്ങളെ കുറിച്ചൊക്കെ. ഒത്തിരി നമുക്ക് സെയിൽ ആവുന്ന പ്രോഡക്റ്റുകളാണ് ഈ പറഞ്ഞ പോലെ മില്ലറ്റ്സും ഗീയും ഒക്കെ. അതുപോലെ ഔഷധ കാപ്പി ഉണ്ട് കേട്ടോ. നമുക്ക് അത് അടിപൊളിയാണ്. ഒത്തിരി സാധനങ്ങൾ ചേർന്നാണ് അതിനകത്ത്. തിപ്പരി, കരിഞ്ജീരകം എന്നൊക്കെ പറഞ്ഞ മരണത്തിനൊഴികെ ബാക്കി എല്ലാത്തിനും മരുന്നെന്നാ കരിഞ്ജീരകത്തിന് പറയുന്നത് തന്നെ.
അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ചേർന്നാണ്. അതും കുരുമുളക്, ഏലക്കായ, ചുക്ക്, അങ്ങനെ ഒത്തിരി കരിഞ്ജീരകം, തിപ്പലി അങ്ങനെയൊക്കെ ചേർന്ന നമ്മുടെ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഔഷധ കോഫി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടും. അതുപോലെ തന്നെ തൊണ്ടവേദന, പനി അങ്ങനെയൊക്കെ വരാതെ നമുക്ക് ഇൻ കേസ് വന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് മാറിക്കിട്ടാൻ തൊണ്ടയ്ക്കൊക്കെ ഒത്തിരി നല്ലതായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ്. ഡെയിലി നമുക്കൊരു ഗ്ലാസ് കുടിക്കാം, കുഴപ്പമില്ല. അതിലൊരു ക്യൂബ് എടുത്തിട്ടാൽ മതി. ഒരു 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ക്യൂബ് ഇടുക, തിളപ്പിക്കുക. ഊറ്റ പോലും വേണ്ട, അരിക്ക പോലും വേണ്ട, നമ്മൾ കുടിക്കുക. ആ രീതിക്കാണ് ചെറു ചൂടോട് കൂടി അങ്ങ് കുടിച്ചേക്കാം. അങ്ങനെയുള്ളതാണ്. അതിൽ പനയുടെ ശർക്കരയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത് ഹെൽത്തിയാണ്. പിന്നെ വളരെ ചെറിയ അളവിലാണ് കോഫി പൗഡർ ആഡ് ചെയ്തേക്കുന്നത്. നമ്മള് പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ഇങ്ങനെ കുരുമുളകൊക്കെ പൊടിച്ചിട്ടിട്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കി കഴിക്കത്തില്ലേ, അതിന്റെ ഒരു കൂടിയ വെർഷനാണിത്. പക്ഷെ ഇത് പനിയും ജലദോഷം വരാൻ വേണ്ടി ഇരിക്കേണ്ട, എല്ലാ ദിവസവും നമുക്ക് ഒരേ ഗ്ലാസ് വെച്ച് കുടിക്കാവുന്നതാണ്. ഒത്തിരി നല്ലതാണ്. ഈ പാല് മാക്സിമം ഒഴിവാക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. പാൽ അത്ര ഹെൽത്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒത്തിരി കഫക്കെട്ടുണ്ടാവും, പിന്നെ ഒത്തിരി ബോഡി ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും പാല് നമ്മൾ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് പാൽ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇങ്ങനത്തെ കോഫിയിലേക്ക് മാറുവാണെങ്കിൽ, കോഫി മീൻസ് അല്ലാത്ത കട്ട കാപ്പി അല്ല ഞാൻ പറയുന്നത്, ഇതുപോലെ ഔഷധ കാപ്പി എന്ന് പറയുമ്പോൾ അതിൽ ധാരാളം മരുന്നുകൾ, ആയുർവേദ മരുന്നുകളാണ് നമ്മൾ ചേർക്കുന്നത്. അതിലൂടെ കോഫി പൗഡർ വളരെ നേർത്ത അളവിലാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ എന്നാൽ ലുക്ക് വൈസ് പിന്നെ ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു കോഫി കുടിച്ച ടേസ്റ്റ് കിട്ടും. യൂസ് ചെയ്തവർക്കറിയാം. നിങ്ങൾ കമന്റിലേക്ക് എഴുതിയിട്ട് നിങ്ങൾ ഔഷധ കാപ്പി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ള ഇതുവരെയുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടോ. ഒത്തിരി 3-4 കിലോയൊക്കെ അറ്റ് എ ടൈം എന്നോട് മേടിക്കുന്നവരുണ്ട്. എന്നിട്ടത് ഈർപ്പടിക്കാതെ സൂക്ഷിക്കുക. ഒന്നെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, അങ്ങനെയാണെങ്കിൽ മൊത്തം ഫ്രിഡ്ജിൽ വെക്കുക. ഇല്ലെങ്കിൽ ഈർപ്പടിക്കാതെ ടിന്നിലേക്ക് ആക്കിയിട്ട് വെക്കുക. ഒരെണ്ണം എടുത്തിട്ടുണ്ട്, 2 ഗ്ലാസ് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ആ രീതിയിൽ നമുക്ക് കുടിക്കാം. അതിൽ ചെറിയ രീതിയിൽ ഷുഗർ ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് പനയുടെ ശർക്കരയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയബറ്റിക് ഉള്ളവര് ഡോക്ടറോട് ചോദിക്കാം. ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഒരു നേരം ഷുഗർ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞേക്കാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് അനുവാദം മേടിച്ചിട്ട് മാത്രമേ ഔഷധ കാപ്പി കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ലേഡീസ് കഴിക്കേണ്ട. കാരണം അതിൽ നമ്മൾ കരിഞ്ജീരകവും അങ്ങനെയുള്ള ചില സംഗതികൾ ചേർത്തേക്കുന്നതുകൊണ്ട് പിന്നെ യൂട്രൈൻ കൺട്രാക്ഷൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഗർഭിണികളിൽ. അതുകൊണ്ട് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ഒരു ഔഷധ കാപ്പി കഴിക്കേണ്ട, ബാക്കി എല്ലാവർക്കും നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഏതൊക്കെ വേണമെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് ഇടൂ. അല്ലെങ്കിൽ നമ്മുടെ www.wonderhealth.in എന്ന് പറയുന്ന നമ്മുടെ സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിലും എല്ലാ പ്രൊഡക്റ്റുകളും അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ശരി, ഇനി ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോട്ടെ. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഈ ബോഡി മോയ്സ്ചറിന്റെ കാര്യം പറയുമായിരുന്നു. മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ നമുക്കുള്ളൊരു പ്രോബ്ലം സ്കിന്ന് ചുളിയുന്നത്, ഡ്രൈ ആവുന്നത്. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ചൊറിച്ചിലും കൂടി തുടങ്ങും അല്ലെ, അങ്ങനെയാണ്. അപ്പൊ അതിനൊക്കെ ഏറ്റവും നല്ലൊരു മാർഗമാണ് ഒരു 5-6 ഗ്ലാസ് വെള്ളം ഡെയിലി കുടിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു ബോഡി മോയ്സ്ചർ ഡേ ടൈമിൽ അപ്ലൈ ചെയ്യുക. രാത്രി കിടക്കുമ്പോൾ ഞാനിത് മുഖത്തും കൂടി അപ്ലൈ ചെയ്തിട്ടാണ് കിടക്കുന്നത്. രാവിലെ ആകുമ്പോൾ കഴുകി കളയും. ഒത്തിരി നല്ലതാണ്. കണ്ണിൻ്റെ താഴെയുള്ള ചുളിവ് മാറാനും മുഖത്തെ ചുളിവുകൾ കുറയാനും എല്ലാത്തിനും ഉപകാരമാണ്. സോഫ്റ്റ് ആവാനും ഒക്കെ ഒത്തിരി ഉപകാരമാണ്. കാരണം ഇത് വിവാക്സ് ആണ്, നാച്ചുറൽ വിവാക്സ് ആണ്, കോക്കനട്ട് ഓയിലാണ്, വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ്. അതുപോലെ ആയതുകൊണ്ട് എസൻഷ്യൽ ഓയിലും ആയതുകൊണ്ട് നമുക്ക് ഫ്രീ ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മുഖത്തോ ബോഡിയിലോ എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ആയതുകൊണ്ട് രാത്രി കുറച്ച് ഓയിലി പോലെ ആയതുകൊണ്ട് പകൽ നമുക്ക് ബോഡിയിൽ തേക്കാം, രാത്രി കിടക്കുമ്പോൾ മുഖത്തും കൂടി തേച്ചിട്ട് കിടക്കാം, കഴുകി കളയാം. ആ രീതിയിലാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ളവരെല്ലാം എത്രയും പെട്ടെന്ന് ഓർഡർ തന്നോളൂ. ഇതാണ് നമ്മുടെ നാച്ചുറൽ വിവാക്സ് ബോഡി മോയ്സ്ചർ കേട്ടോ. അപ്പൊ ശരി, ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോട്ടെ. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടാം. അപ്പൊ ശരി, ടാറ്റാ, ഗുഡ് നൈറ്റ്.